ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ അങ്ങനെ അടിച്ചു പൊളിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അനിയത്തി സ്കൂൾ തുറക്കുമ്പോഴത്തേന് അനിയത്തി പോവും. അപ്പോൾ അവൾ പോകുന്നതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാൻ വൈകിയതാണ്. അപ്പോൾ ഇതാ രാവിലെ ചോറൊക്കെ അമ്മ അത് അടുപ്പത്തിട്ട് ഊറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കുക. അപ്പോൾ തലേ ദിവസം കുറച്ച് മോര് കറി ഉണ്ട്, കുറച്ചധികം ഉണ്ടാക്കി. പിന്നെ കുട്ടികളൊന്നും അങ്ങനെ കറി കൂട്ടിയിട്ടൊന്നും കഴിക്കില്ലേ. അപ്പോൾ കറി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഉപ്പേരി വയ്ക്കുക, പപ്പടം കാച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ചെറിയൊരു വിഭവമൊക്കെ ആയിട്ട് വന്നിരിക്കുക. അപ്പം നെയ്യ് തലേ ദിവസം അങ്ങനെ മേടിച്ചത് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്. അപ്പോൾ അത് തികയില്ല പറഞ്ഞിട്ട് കുറച്ച് നെയ്യ് മേടിച്ചിട്ട് വന്നു. അപ്പോൾ എന്തിനാണെന്നല്ലേ ഇത് പായസം അത് അടുപ്പത്ത് തിളയ്ക്കണം കേട്ടോ. ഓണത്തിന് പായസമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ തനിച്ചല്ലേ ഉള്ളൂ. പിന്നെ ഞങ്ങളൊക്കെ വരുമ്പോഴത്തേന് എന്തായാലും വൈകും. പിന്നെ എല്ലാവരും സദ്യയൊക്കെ ഉണ്ട് വരുമ്പോഴത്തേന് പിന്നെ വൈകിട്ടത്തേക്ക് ഒന്നും വേണ്ടിയില്ല നമുക്ക്. അപ്പോൾ പിന്നെ ഒരു സാധാ ഒരു ചോറും കറി ഉപ്പേരിയും പപ്പടവും അങ്ങനെയൊക്കെ ചെറുതായിട്ട് മതിയല്ലോ. അപ്പം അമ്മ ഞങ്ങൾ വരുമ്പോഴത്തേന് അതൊക്കെ ഉണ്ടാക്കി വരും. പിന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് സാധിക്കണ്ടേ ഇപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കാനും ഒക്കെ. അപ്പം അമ്മ അന്നത്തെ ദിവസം പായസം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് ഏതായാലും ഞങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ചെറിയ അനിയത്തി പോയിട്ടോ. അവൾക്ക് ഹസ്ബൻഡിന് പണി തുടങ്ങി പറഞ്ഞിട്ട് അവൾ പോയി. അപ്പോൾ അവൾ മോളും ഹസ്ബൻഡും പോയി. ഞങ്ങൾ ഇപ്പോൾ വലിയ അനിയത്തിയുണ്ട്, പിള്ളേരും ഉണ്ട്, ഞാനുണ്ട്, പിന്നെ കുഞ്ഞാറ്റുണ്ട്, അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ പായസം വെക്കുക കേട്ടോ. സേമി പായസമാണ് വെക്കുന്നത്. അപ്പം നെയ്യിൽ വറുത്തിട്ട് സേമിയ വറുത്തിട്ട് നമ്മൾ വെക്കുന്നത് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാൻ പാലൊക്കെ അമ്മ രാവിലെ പാല് മേടിച്ചിട്ട് വന്നപ്പോൾ ഞാനതെല്ലാം കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാട മൂടിയിരിക്കണം. കാച്ചി വെച്ച പാലല്ലേ, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേനും പാട മൂടിയിരിക്കണം. അപ്പോൾ അത് ഞാൻ നല്ല പാടുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വരിക. അരിച്ചിട്ട് ഒഴിക്കണോ അരിക്കാണ്ട് ഒഴിക്കണോ നോക്കിയിട്ട് വരികയായിരുന്നു കേട്ടോ. നോക്കുമ്പോൾ നല്ല പാടുണ്ട്. അപ്പോൾ ഞാനത് അരിച്ചിട്ട് ഒഴിച്ചു സേമിയം വെന്ത് വന്നപ്പോഴേ. പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ മേടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിൽക്ക് മെയ്ഡും മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കുറച്ചാണ് വയ്ക്കുന്ന ഒരു 1 കിലോ സേമിയ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. പിന്നെ നല്ല അങ്ങനെ കുറുകുറുകാനുള്ള പായസമൊന്നും എനിക്ക് ഇഷ്ടമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സേമിയാണെങ്കിലും കുറച്ച് ലൂസ് വേണം. പിന്നെ നെയ്യിൽ വറുക്കുമ്പോൾ സേമിയത്തിനൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സേമിയ പായസം വെക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി ഇത് അടുപ്പിൽ ഉപ്പേരിയൊക്കെ വെച്ചു കേട്ടോ. പയറ് തോരൻ. ഈ പയറ് ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേറെ ഒന്നും വേണ്ട, ചോറും ഉപ്പേരി മാത്രം. അധികം കുട്ടികൾ കറിയൊന്നും കൂട്ടാതെ ഉപ്പേരി കൂട്ടിയിട്ടാട്ടോ വലിയ അനിയത്തിനും പിള്ളേർ കഴിക്കുള്ളൂ. അനിയത്തിക്ക് അങ്ങനെ ഒരു ശീലമാണ്, ഉപ്പേരി കൂട്ടിയിട്ട് തന്നെ അവൾ ചോറുണ്ണും. അങ്ങനെ ഉപ്പേരി അതാ ആയി റെഡിയാക്കിയിട്ട് ഇതാ അനിയത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പായസം മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചു. കുറച്ച് ഒന്നിങ്ങനെ തിളച്ച് വെറ്റി വന്നപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം നെയ്യിൽ തന്നെ വറുത്ത് കോരിയിട്ട് ഇട്ട് കേട്ടോ. പഞ്ചസാരയൊക്കെ പിന്നെ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചല്ലോ. പിന്നെ ഏലക്കായൊക്കെ പൊടിച്ചിട്ടു. അങ്ങനെ പായസവും റെഡിയായി കേട്ടോ. കുട്ടികൾ ഇതാ ഉച്ചയാവാറായി എന്നപ്പോഴും അമ്മ അവിടെ അലക്കിയിട്ട് തുണികളൊക്കെ തോരുന്നുണ്ട് കേട്ടോ, തോട്ടിൻ്റെ ആ സൈഡിൽ. കുട്ടികളപ്പോൾ ചായ വേണം പറഞ്ഞിട്ട് അവർക്ക് ചായ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. അപ്പോൾ റസ്ക് ഉണ്ടായിരുന്നു കുറച്ചധികം. അപ്പോൾ അത് എടുത്തിട്ട് അവർ കഴിക്കുകയാണ് കേട്ടോ. അനിയത്തി ഉണക്കാനിട്ട കവറും പോകുമ്പോഴത്തേനൊക്കെ റെഡിയാക്കണ്ടേ ഇനി. അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അനിയത്തിയുടെ മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അനിയത്തി ഇത് അറിയണേ ഇല്ല. അവൾ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾ പോകുമ്പോഴത്തേനും എല്ലാ ഡ്രസ്സുകളെല്ലാം റെഡിയാക്കണം. പിന്നെ ഞാൻ വേഗം കുട്ടികൾക്കൊക്കെ കുറച്ച് പായസം വേഗം റെഡിയാക്കി. എന്നുവെച്ചാൽ ചൂടാറണ്ടേ, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേനും ചൂടാറണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്ന് എനേബിൾ ചെയ്യുക, ഓളെന്ന ഓപ്ഷനും കൂടി അമർത്തുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർ നമ്മളെ മെസ്സേജ് ഇടണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ദിവസമാകുമ്പോൾ വീഡിയോസൊക്കെ ഇടാനൊക്കെ ഭയങ്കര റിസ്ക്കും കാര്യങ്ങളൊക്കെ. എന്താ വെച്ചാൽ ഓരോ ബുദ്ധിമുട്ട് തോന്നി. ബേബി ഇപ്പോൾ ഒന്നിനും അയക്കുന്നില്ല കേട്ടോ. അവൾ വാശി പിടിച്ചിട്ടും കുറച്ചൊക്കെ ഇപ്പോൾ ബുദ്ധി വെച്ച് ഇങ്ങനെ വരികയല്ലേ. കളി നനവും ഉറക്കമൊക്കെ കുറവാണ് ഇപ്പോൾ അവൾക്ക് കേട്ടോ. അപ്പോൾ അവൾ എന്തിനും വാശി പിടിക്കുക. ആരെങ്കിലും പുറത്തിറങ്ങുമ്പോഴത്തേന് കരയുക, കൂടെ കൊണ്ടുപോകാൻ വേണ്ടി 2 കൈ നീട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അവളെ വെച്ച് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഒക്കെ എനിക്ക് ബുദ്ധിമുട്ട്. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ചോറൊക്കെ ഉണ്ട്, ഊണ് കഴിഞ്ഞു എല്ലാവരുടെയും. കുട്ടികൾ ഇതാ കളിക്കുകയാണ്. ധോനി ബേബി ഉറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റ് ഞങ്ങൾ ചോറൂണൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ ഇതാ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേന് അനിയത്തി ഇതാ കിനാവും കണ്ണീരൊക്കെ ആയിട്ട് ഇതാ ഇരിക്കണം. സീരിയൽ കാണണം കേട്ടോ. കൂട്ടിന് അമ്മയുണ്ട്. അപ്പോൾ അതാ ഞങ്ങളുടെ വീഡിയോ എന്നൊക്കെ പറയുന്നത്
കുഞ്ഞ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.